എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇന്ന് മുതൽ ബുക്ക് റീഡിംഗ് ആണ്. അന്നേരം ഇതിനകത്ത് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെ എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന കഥയാണ്. ഇത് ഓരോ ചാപ്റ്റർ ബേസിലാണ് പോകുന്നത്. ഇങ്ങനെയാണ് തുടക്കം. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് കിരാത നിയമം. അന്നേരം ഇതിനകത്ത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, അന്ന് ഏതൻസ് നഗരത്തിൽ ഒരു നിയമം നിലനിന്നിരുന്നു. തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളെ പുത്രിമാർ വിവാഹം കഴിച്ചേ തീരൂ എന്ന് നിർബന്ധിക്കാൻ അവിടുത്തെ പൗരന്മാർക്ക് ആ നിയമത്തിൻ്റെ ബലത്താൽ സാധിച്ചിരുന്നു. അനുസരിക്കാതിരുന്നാൽ പിതാക്കന്മാർക്ക് അവരെ കൊന്നുകളയാനും അധികാരമുണ്ടായിരുന്നു. സ്വാഭാവികമായി തങ്ങളുടെ പുത്രിമാരുടെ മരണം ഒരു പിതാവും ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ട് ആ നിയമം അപൂർവമായി മാത്രമേ പ്രാബല്യത്തിൽ വന്നിരുന്നുള്ളൂ. എന്നാൽ ഈ നിയമം വെച്ച് പല പിതാക്കന്മാരും അവരുടെ പുത്രിമാരെ ഭീഷണിപ്പെടുത്തി. പിതാക്കന്മാർ അവർക്ക് ഇഷ്ടപ്പെട്ട യുവാക്കളെ ചൂണ്ടിക്കാട്ടി അവരെ വിവാഹം കഴിക്കാൻ പെൺമക്കളെ നിർബന്ധിച്ചു. അനുസരണശീലമുള്ള പല മക്കളും സ്നേഹത്തെ മറന്നിട്ട് പിതാക്കന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ആ കാലഘട്ടത്തിലാണ് ഏതൻസ് നഗരത്തിൽ ഈജിയസ് എന്ന പേരുള്ള ഒരു വൃദ്ധൻ ജീവിച്ചിരുന്നത്. തെസ്യൂസ് എന്ന പ്രഭുവായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ആ വൃദ്ധൻ കടന്നു വന്നു. തൻ്റെ മകൾ ഹെർമിയയ്ക്ക് എതിരെ പരാതി പറയാനാണ് അയാൾ വന്നത്. ഡെമിട്രിയസ് എന്ന യുവാവിനെ അവൾ വിവാഹം ചെയ്യണമെന്നായിരുന്നു അയാളുടെ ഒരു ആവശ്യം. ഡെമിട്രിയസ് കുലീനനായ ഒരു ഏതൻസുകാരനായിരുന്നു. ഹെർമിയ പിതാവിൻ്റെ ആവശ്യം നിരാകരിച്ചു. കാരണം ലൈസാൻഡർ എന്ന യുവാവുമായി സ്നേഹത്തിലായിരുന്നു. കരുണാമയനായ പ്രഭു, ലൈസാൻഡർ എൻ്റെ മകളെപ്പറ്റി കവിതകൾ എഴുതി അവൾക്ക് കൊടുത്തു. അതോടെ അയാളുടെ വശീകരണ വലയിൽ അവൾ വീഴുകയും ചെയ്തു. ഇപ്പോൾ അയാളെ വിവാഹം ചെയ്യണമെന്നാണ് അവളുടെ ആഗ്രഹം. പ്രഭു, അതിൻ്റെ ആഗ്രഹത്തിനെതിരാണ്, ഈജിയസ് ഉണർത്തിച്ചു. തെസ്യൂസിൽ നിന്ന് നീതി ലഭിക്കണമെന്ന അയാളുടെ ആഗ്രഹം. അതുകൊണ്ട് നാട്ടിൽ നിലനിൽക്കുന്ന ക്രൂരമായ നിയമം തൻ്റെ പുത്രിക്കെതിരെ പ്രയോഗിക്കണമെന്നാണ് അയാൾ ആവശ്യപ്പെട്ടത്. കുലീനയായ പെൺകുട്ടി, നിനക്ക് എന്താണ് പറയാനുള്ളത്? നീ നിന്റെ പിതാവിനെ ദൈവത്തെപ്പോലെ കാണണം. അദ്ദേഹമാണ് നിനക്ക് ജന്മം നൽകി ഇത്രയും നാൾ പോറ്റി വളർത്തിയത്. നിന്നോട് എന്ത് ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. നോക്കൂ, ഡെമിട്രിയസ് നിനക്ക് ചേർന്നവൻ തന്നെയാണ്, തെസ്യൂസ് ഹെർമിയയോട് പറഞ്ഞു. ബഹുമാന്യനായ പ്രഭു, ഡെമിട്രിയസ് അല്ല, ലൈസാൻഡറാണ് എനിക്ക് ഏറ്റവും യോജിച്ചത്, ഹെർമിയ താഴ്മയോടെ ഉണർത്തിച്ചു. അത് ശരിയായിരിക്കും, തെസ്യൂസ് സമ്മതിച്ചു. പക്ഷേ നിന്റെ പിതാവിന് ഡെമിട്രിയസിനെ അല്ലാതെ വേറെ ആരെയും വേണ്ട. നീ അദ്ദേഹത്തെ അനുസരിക്കുന്നതാണ് നല്ലത്. അച്ഛനെ ധിക്കരിക്കേണ്ടി വരുന്നതിൽ ഹെർമിയയ്ക്ക് വളരെ സങ്കടമുണ്ടായിരുന്നു. അവൾ അച്ഛനോട് ക്ഷമ യാചിച്ചു. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ തെസ്യൂസ് തീർപ്പ് കൽപ്പിച്ചു. നീ നിന്റെ പിതാവിൻ്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുക. മുമ്പ് ഹെർമിയയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഹെലനയോട് ഡെമിട്രിയസ് സ്നേഹമായിരുന്നു. ഹെലനയാകട്ടെ ഇപ്പോഴും അയാളെ അഗാധമായി സ്നേഹിക്കുന്നുണ്ട്. അച്ഛനെ അനുസരിക്കാതിരിക്കാൻ ഹെർമിയ കണ്ടെത്തിയത് ഉചിതമായ ഈ ഒരു കാരണമാണ്. പക്ഷേ കർക്കശനായ ഈജിയസ് ആകട്ടെ തൻ്റെ തീരുമാനത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ തയ്യാറായില്ല. തെസ്യൂസ് മഹാനായ ഒരു രാജകുമാരനായിരുന്നു, കരുണാമയനും. എങ്കിലും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഹെർമിയയ്ക്ക് അദ്ദേഹം 4 ദിവസം അനുവദിച്ചു. ആ 4 ദിവസം കഴിയുമ്പോഴും ഡെമിട്രിയസിനെ സ്വീകരിക്കാൻ ഹെർമിയ വിസമ്മതിക്കുകയാണെങ്കിൽ അവളെ വധശിക്ഷയ്ക്ക് വിധേയയാക്കുക തന്നെ ചെയ്യും. ഹെർമിയയ്ക്ക് രാജസഭയിൽ നിന്നും പോകാൻ അനുവാദം നൽകി. പെട്ടെന്ന് തന്നെ അവൾ പ്രിയപ്പെട്ട ലൈസാൻഡറുടെ അരികിലെത്തി തൻ്റെ അവസ്ഥ അയാളെ ധരിപ്പിച്ചു. ഒന്നുകിൽ ലൈസാൻഡറെ ഉപേക്ഷിച്ച് ഡെമിട്രിയസിനെ വിവാഹം ചെയ്യണം, അല്ലെങ്കിൽ 4 ദിവസം കഴിയുമ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തണം. അവൾ വിങ്ങിപ്പൊട്ടി. 4 ദിവസം മാത്രം. ഇക്കാലത്തെ പിള്ളേരോട് പറയണല്ലേ, സൂപ്പറായിരിക്കും. അത് കേൾക്കെ ലൈസാൻഡർക്ക് വലിയ വിഷമമായി. ഗഹനമായ ചിന്തകൾക്കൊടുവിൽ അയാൾക്കൊരു വഴി തുറന്നു കിട്ടി. ഏഡൻസിൽ നിന്നും കുറേ അകലെ താമസിക്കുന്ന തൻ്റെ അമ്മായിയെപ്പറ്റി അപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു. അമ്മായി താമസിക്കുന്ന ആ സ്ഥലത്ത് ഇത്ര ഭ്രാന്ത നിയമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയാൽ ഹെർമിയയ്ക്കെതിരെ ആ ക്രൂര നിയമം നടപ്പിലാക്കാൻ ആർക്കും കഴിയില്ല. കാരണം നഗരത്തിന് പുറത്തേക്ക് ആ നിയമം കടന്നു ചെന്നിട്ടില്ലല്ലോ. ആ രാത്രിയിൽ തന്നെ പിതാവിൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചു കിടക്കണമെന്ന് ലൈസാൻഡർ ഹെർമിയോട് പറഞ്ഞു. നീ എൻ്റെ ഒപ്പം അമ്മായിയുടെ വീട്ടിലേക്ക് വരിക. അവിടെ വെച്ച് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. നഗരത്തിന് ഏതാനും മൈൽ അപ്പുറത്തുള്ള കാട്ടിൽ വെച്ച് രാത്രി നമുക്ക് കണ്ടുമുട്ടാം. ലൈസാൻഡർ തൻ്റെ മനസ്സിലെ പദ്ധതി വിശദമാക്കി. മെയ് മാസത്തെ സുഖകരമായ കാലാവസ്ഥയിൽ ഇടയ്ക്കിടെ നാം ഒരുമിച്ച് അതീവ സന്തോഷത്തോടെ ഹെലനയോടൊത്ത് ആ കാട്ടുപ്രദേശത്തൊക്കെ നടക്കാറുണ്ടായിരുന്നില്ലേ? അതെ അതെ, മെയ് മാസം നമുക്ക് എത്ര നല്ല സമയമായിരുന്നു. പോയ കാലം ഓർത്തുകൊണ്ട് ഹെർമിയ പറഞ്ഞു. ഹെർമിയ, നീ വാക്ക് പാലിക്കാൻ മറക്കേണ്ട. അതാ ഹെലന വരുന്നു. അത് പറഞ്ഞിട്ട് ലൈസാൻഡർ നടന്നുപോയി. ലൈസാൻഡറുടെ നിർദ്ദേശം ഹെർമിയ സന്തോഷത്തോടെ അംഗീകരിച്ചു. ഹെലന അവിടെ എത്തി. നീ എവിടെ പോകുന്നു ഹെലന? ഹെർമിയ ചോദിച്ചു. ഹെലന ആദ്യം ഒന്നും പറഞ്ഞില്ല. വളരെയധികം ശോഭിച്ചവളായി കാണപ്പെട്ട അവൾ ഹെർമിയയുടെ സൗന്ദര്യത്തെ നിന്ദിച്ച് സംസാരിച്ചു. ശോഭിക്കാതെ ഹെലന, ദയവായി നീ ശാന്തയാകൂ, ഹെർമിയ പറഞ്ഞു. ഇനിമേൽ ഡെമിട്രിയസ് നിന്റെ മുഖം കാണുകയില്ല. ലൈസാൻഡറും ഞാനും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതേ ഹെലന, ഞാൻ നിന്നോട് ഞങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ ഈ ഏതൻസ് നഗരക്കോട്ടയിൽ നിന്നും പുറത്തു കിടക്കും. നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്, ഇന്നും എന്നും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഡെമിട്രിയസിനെ തിരികെ നൽകട്ടെ. അങ്ങനെ ആശംസിച്ച് ഹെർമിയ തൻ്റെ വഴിക്ക് നടന്നുപോയി. ഹെലനയാകട്ടെ കേട്ട പാതി കേൾക്കാത്ത പാതി ഡെമിട്രിയസിനെ തേടി പാഞ്ഞു. എന്നിട്ട് ഈ രഹസ്യം അയാളോട് വെളിപ്പെടുത്തി.
കൂട്ടുകാരിയെ ചതിക്കണമെന്ന യാതൊരു ഉദ്ദേശവും അവൾക്കില്ലായിരുന്നു. തൻ്റെ അവിശ്വസ്തനായ സുഹൃത്തിനെ കാട്ടിലേക്ക് അനുഗമിക്കാം എന്നേ അവൾ കരുതിയുള്ളൂ. കാരണം ഹെർമിയയെ തേടി അയാൾ കാട്ടിലൂടെ അലഞ്ഞു നടക്കാനിടയുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ കാണുന്നത് കേട്ടോ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ. ഇനി ഇവർ പോകുമോ ഇല്ലയോ എന്നാണ് അടുത്ത ചാപ്റ്ററിൽ കാണുന്നത്. അന്നേരം ഇത്രയും പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ അവതരണ രീതി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി ഏതെങ്കിലും കഥകൾ വായിക്കാൻ, അതായത് നോവലുകളോ ഒക്കെ ഏതെങ്കിലും വായിക്കാൻ നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ പാട്ട് കാണണേ, ഓരോ ചാപ്റ്റർ ബേസും കേൾക്കണേ. എന്നിട്ട് ഇതിപ്പോൾ സസ്പെൻസിലാണല്ലോ, എന്നിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നമുക്കറിയാം. അടുത്ത പാർട്ടിലൂടെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും.